നിന്ന് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കേരളത്തിന്റെ പുതിയ ക്യാപ്റ്റൻ വി ഡി സതീശൻ ആയിരിക്കുകയാണ്. ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കം ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്നത്. എന്തായാലും അധികാര വടംവലിക്കും വിരാമമിട്ടുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് 12 മണിക്ക് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ദീപാദാസ് മുൻഷിയാണ് സതീശന്റെ പേര് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 11 ദിവസത്തോളമാണ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനങ്ങളിലേക്ക് ഒക്കെ ചർച്ച നടന്നത്. ഇടയ്ക്ക് KCയുടെ പേര് പോലും വന്നിരുന്നു. കാരണം KCയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശന്റെയും 3 പേരുടെ പേരുകളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് KC വേണുഗോപാലനാണ്. കാരണം വേറൊന്നുമല്ല, ഈ കേന്ദ്രത്തോടുള്ള അദ്ദേഹത്തിന്റെ പിടിപാടും ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ AICCയിൽ രണ്ടാമത് തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഒരാൾ എന്ന നിലയിൽ KC വേണുഗോപാലനായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു സൂചന അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് കുറച്ചുകൂടി കേരളത്തിലെ ജനങ്ങളെ മാനിച്ചുകൊണ്ട്, അവരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പിന്തുണ എപ്പോഴും MLA മാരുടെ KCക്ക് ആയിരുന്നെങ്കിൽ പോലും ജനങ്ങൾ അങ്ങനെയല്ലായിരുന്നു. കാരണം ജനങ്ങൾ വി ഡി സതീഷിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പലയിടങ്ങളിലായിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ പ്രചാരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അങ്ങനെ ജനങ്ങൾ ആദ്യം തൊട്ടേ വി ഡി സതീഷിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പുതുയുഗ യാത്ര എന്ന് പറയുന്നത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ വി ഡി സതീശൻ സംഘടിപ്പിച്ച പുതുയുഗ യാത്ര ജനങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്വാധീനത്തിന് പുറത്താണ് ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിരുന്നു ഈ ഒരു പുതുയുഗ യാത്ര നടന്നത്. അത് വി ഡി സതീശന്റെ നേതൃത്വത്തിലായിരുന്നു. അവിടെ വി ഡി സതീശനെ കാണാൻ ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു ഓരോ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലുമായിട്ട് ഒത്തുകൂടിയിരുന്നത്. അങ്ങനെ വി ഡി സതീശനെ കാണാനും അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാനും അദ്ദേഹം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിരവധി പേരായിരുന്നു രംഗത്തെത്തിയിരുന്നത്. ഇനി അത് മാത്രമല്ല, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയൊരു സ്വാധീനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് രമേശ് ചെന്നിത്തലയുണ്ട്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ജനപിന്തുണ കുറവാണെങ്കിലും ഈ പരിചയ സമ്പന്നം വെച്ചിട്ട് ആ ഒരു പദം കിട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര കിട്ടുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഒരു ഉറപ്പുള്ള കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നില്ല, KCയുടെ കയ്യിൽ നിന്നില്ല. നേരെ വി ഡി സതീശന്റെ കൈകളിലേക്കാണ് മുഖ്യമന്ത്രി കസേര പോയിരിക്കുന്നത്. എന്തായാലും ജനത്തെ മാനിച്ചുകൊണ്ടായിരുന്നു ഈ ഹൈക്കമാൻഡ് ഈ ഒരു തീരുമാനമെടുത്തത്. കാരണം ഇത് കേരളമാണ്, കേരളത്തിലെ ജനങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം UDFന് അനുകൂലമാക്കിയത്. മാത്രമല്ല, വി ഡി സതീശനെ അവർ ഒരുമിച്ച് പറയുമ്പോൾ പല ഇടത്തുനിന്നും ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ വി ഡി സതീശൻ ക്യാമ്പയിൻ PR വർക്കുകൾ എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചത് വി ഡി സതീശൻ ജയിക്കുമെന്ന് തന്നെയായിരുന്നു. എന്തായാലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വി ഡി സതീശന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി കസേര അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് പോയത്. എന്തായാലും KC വേണുഗോപാൽ കേന്ദ്രം തന്നെയായിരിക്കും. കേന്ദ്രത്തിലെ AICC ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തുടരും. പിന്നീടുള്ള പദവികൾ എന്തൊക്കെയാണെന്ന് പറയും. എന്തായാലും ഈ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിരുന്നതാണ്. നമുക്കറിയാമായിരുന്നു, വി ഡി സതീശനോ KCയോ അല്ലെങ്കിൽ ചെന്നിത്തലയോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പലരും പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള കാര്യം വളരെ ചർച്ച ചെയ്തിട്ടാണ് ഹൈക്കമാൻഡ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ വെല്ലുവിളി കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള KC വേണുഗോപാൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പരിചയസമ്പന്നമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം കേന്ദ്രത്തിൽ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറിയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പരിചയസമ്പന്നമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മിക്ക MLA മാരും നിന്നത് ഈ പറയുന്ന KC വേണുഗോപാലിനൊപ്പമാണ്. KC വേണുഗോപാലിനൊപ്പം നിന്നതുകൊണ്ട് തന്നെ വലിയൊരു ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അത് തള്ളിക്കളയാനാകില്ലായിരുന്നു. എന്നാൽ ജനങ്ങളുടെ തീരുമാനം അങ്ങനെയല്ല. ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് വി ഡി സതീശന്റെ പേരായിരുന്നു. എന്തായാലും വി ഡി സതീശന്റെ പേര് മാനിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് ആവശ്യമായത് ഹൈക്കമാൻഡ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് കണക്കാക്കാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേരളമാണ്. ഇവിടെ കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ആ ജനങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയാം. തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം തന്നെ സാധ്യമല്ല എന്ന് കരുതിയെടുത്ത് നിന്ന് തിളക്കമാർന്ന വിജയമായിരുന്നു UDFന് കിട്ടിയത്. ഒരു UDF തരംഗം അല്ലെങ്കിൽ UDF സുനാമി എന്നൊക്കെയായിരുന്നു അതിനെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല 102
സീറ്റും കിട്ടിയിരുന്നു. അന്ന് വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത്ര ഉറപ്പുമേൽ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഇലക്ഷന് തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ UDF ഈ ഒരു ഇലക്ഷന് തോറ്റു കഴിഞ്ഞ് സർക്കാർ UDF സർക്കാർ വന്നില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പോകേണ്ടി വന്നില്ല. അത്രയും ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് ആ സീറ്റ് ലഭിക്കുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 100-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. പക്ഷേ 100-ല് അധികം സീറ്റുകൾ തന്നെ നേടി. മാത്രമല്ല ഒരു ഡസൻ കണക്കിന് മന്ത്രിമാർ താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ പ്രവചനങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെയാണ് ജനങ്ങൾ നെഞ്ചിലേറ്റിയത്. കാരണം വി ഡി സതീശൻ പറഞ്ഞ ഓരോ വാക്കും അക്ഷരം പ്രതി ഈ പറയുന്ന വിജയത്തിൽ അത് കൈക്കൊണ്ടു എന്നുള്ളതാണ്. അതായത് 102 സീറ്റ് 100 കടക്കുന്നു, 102 സീറ്റിലേക്കാകുന്നു. അതുപോലെ തന്നെ വനവാസത്തിന് പോകുന്നില്ല, ജനവാസത്തിലേക്ക് വരുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാൻ അദ്ദേഹം ഒരു മുഖ്യ നായകനായിട്ട് എത്തുന്നു, കേരളത്തിന്റെ നായകനായിട്ട് എത്തുന്നു. അങ്ങനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു. ഇത്തരം കാര്യങ്ങളാണ് ജനങ്ങളെ ഒന്നുകൂടി ആവേശത്തിലാക്കിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പരിപാടികൾ, പ്രചാരണ പരിപാടികളിലൊക്കെ ജനങ്ങളെ ഒരുമിച്ച് കാണുവാനും അവരോട് ഇടപഴകുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ആ മാറ്റം നിർദ്ദേശിച്ച ആ സ്ഥാനത്തേക്ക് സതീശനെ കൊണ്ടുവന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആദ്യ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തത്. പ്രതിപക്ഷ നേതൃ പദവി അദ്ദേഹം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പദവിയിലൂടെ തന്നെ അദ്ദേഹം കേരളത്തിലെ UDFനെ വലിയ രീതിയിലോട്ട് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. മാത്രമല്ല പലരും പറഞ്ഞിരുന്നു ഈ പറയുന്നത് പോലെ തന്നെ പറവൂർ MLA ആണ്, പറവൂർ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു നിയമസഭാ മണ്ഡലം മാത്രമേ 25 വർഷമായിട്ട് അദ്ദേഹത്തിന് അറിയത്തുള്ളൂ എന്ന് ആയിരുന്നു പലരുടെയും ധാരണ. പക്ഷെ ആ ധാരണകളൊക്കെ തെറ്റിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമല്ല ഒരേപോലെ തന്നെ വി ഡി സതീശന്റെ പേര് ജനങ്ങൾ ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ചിത്രത്തിലില്ലാതിരുന്ന സതീശനെ കേരളം കണ്ട ഉച്ചിരുള്ള ഒരു പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിട്ട് മാറി ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. സോണിയയുടെ വിശ്വാസ നിക്ഷേപമായിരുന്നു അത് ഇരട്ടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് കൃത്യമായിട്ടുള്ള നിലപാടോടുകൂടിയും വിമർശനങ്ങൾ ഉയർത്തേണ്ട സ്ഥലത്ത് അത് ഉയർത്തിയും പാർട്ടിയിൽ തളർന്നു പോകുന്ന സമയത്ത് അവിടെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുത്തൊരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ UDF എടുത്ത നിലപാട് എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വളരെ മികച്ച രീതിയിലാണ് ജനം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കണ്ടത്. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അദ്ദേഹത്തെ ഇന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്താൻ ജനങ്ങൾ കാണിച്ച മനസ്സ് എന്ന് പറയുന്നത്. എന്തായാലും ജനങ്ങളുടെ തികഞ്ഞ ഒരു ഭക്തിയാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ തലയെടുപ്പുള്ള നിലപാടിന്റെ പേരാണ് വി ഡി സതീശൻ. സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കലല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന സതീശൻ തിരിച്ചറിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ല. 2011 UDFന്റെ വിജയത്തിന് ശേഷം VDയുമായിട്ട് നേരെ ചൊവ്വെ സംസാരിച്ചത് ഓർക്കുന്നുണ്ട്. അതായത് പ്രീണിപ്പിക്കാനായിട്ട് ജാതി മത സംഘടനകളുടെ വാതിക്കൽ പോയിട്ട് കിടന്ന് പാർട്ടിയുടെയോ സർക്കാരിന്റെയോ അന്തസ് കളയാൻ ശ്രമിച്ചാൽ കണ്ടു നിൽക്കില്ല എന്ന് തന്നെ ഷാർപ്പായിട്ട് മുന്നറിയിപ്പ് നൽകിയ ഒരു വി ഡി സതീശനുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരമേറ്റയുടനെയായിരുന്നു അത് അക്കാര്യം അദ്ദേഹം പറഞ്ഞത്. ആ തിരിച്ചറിവിൽ UDFന്റെ ഇലക്ഷൻ മാനേജ്മെന്റും പുതിയ ദിശാബോധം നൽകാൻ VDക്ക് എളുപ്പത്തിൽ സാധിച്ചിരുന്നു. നിലപാടുകളിൽ നിലയുറപ്പിച്ചും ഇടതുപക്ഷ സഹയാത്രികർ പാർട്ടിക്കൂറിൽ പോലും മറന്ന് സതീശനെ പിന്തുണച്ച് UDFന് വോട്ട് ചെയ്തു. കോൺഗ്രസിലെ ചില നേതാക്കൾ നിരന്തരം തന്നെ ലക്ഷ്യം വെക്കുന്നു എന്ന തോന്നൽ ഏറെക്കാലമായിട്ട് സതീശനുണ്ടായിരുന്നു. മനംതൊന്ന് ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിയെ കണ്ട് സങ്കടം പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ മാറി നിൽക്കാമെന്ന് അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ശാസിച്ചു, തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാമെന്നോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്നോ മിണ്ടിപ്പോകരുത് എന്നായിരുന്നു അന്ന് പറഞ്ഞത്. 1996 തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെ പറവൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് AK ആന്റണിയോട് ശുപാർശ ചെയ്തത് G കാർത്തികേയനാണ്. സതീശന്റെ ഗുരുസ്ഥാനത്താണ് കാർത്തികേയനുള്ളത്. അന്ന് NSU ഭാരവാഹിയായിരുന്ന സതീശനിൽ ഏറെ പ്രതീക്ഷയുണർത്തുന്ന നേതൃഗുണം കണ്ടു കാർത്തികേയൻ. എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സീറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പറവൂരിൽ ആ തെരഞ്ഞെടുപ്പിൽ സതീശൻ തോറ്റു. 2001 അടുത്ത തെരഞ്ഞെടുപ്പിലായപ്പോൾ പറവൂരിൽ തന്നെ മത്സരിക്കാൻ ആഗ്രഹിച്ച സതീശന് മുന്നിൽ മറ്റൊരു തടസ്സം വന്നുപെട്ടു. മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ KV തോമസ് 7000 വോട്ടിന് പിന്നിൽ പോയ പറവൂരിൽ സതീശന് ജയസാധ്യതയില്ല എന്ന റിപ്പോർട്ട് കോൺഗ്രസ് നേതാക്കൾ നൽകിയിരുന്നു. പറവൂരിൽ ജനിച്ചു വളർന്ന KP ധനപാലൻ പോലും AK ആന്റണിയെ അങ്ങനെ വിശ്വസിപ്പിച്ചു. സതീശൻ താല്പര്യമുണ്ടായിരുന്ന ആന്റണി മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സതീശനെ മറ്റ് നേതാക്കളുടെ അഭിപ്രായം കൊണ്ടും കണക്കുകൾ കൊണ്ടും ആന്റണി നേരിട്ടു. പക്ഷേ മണ്ഡലത്തെക്കുറിച്ചും ജയസാധ്യത
സാധ്യതയെക്കുറിച്ചും മറ്റൊരു ചിത്രം ആന്റണിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സതീശന് കഴിഞ്ഞു. അങ്ങനെ പറവൂരിൽ സതീശൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. അന്ന് MLA ആയ സതീശൻ പിന്നീട് തുടർച്ചയായിട്ട് പറവൂരിൽ നിന്ന് വിജയിച്ചു വന്നു. കപ്പിനും ലിപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒരു ദുരന്ത നായകനെ പോലെ സതീശൻ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പൂരിപ്പിക്കപ്പെടാത്തതും പുറത്തു വന്നതുമായിട്ടുള്ള ഏറെ കാര്യങ്ങളുണ്ട്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സതീശൻ അംഗമാവാതെ പോവുകയും ചെയ്തിരുന്നു. അത് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് തന്റെ നിലപാടുകളിൽ നിന്നുകൊണ്ട്, പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ വളരെ സജീവമായിട്ട് ജനങ്ങൾക്കിടയിൽ സജീവമായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളവും ജനങ്ങൾക്കുള്ളിൽ കയറിക്കൂടിയ ഒരു നേതാവായിട്ട് പിന്നീട് ഈ പറയുന്ന സതീശൻ മാറുകയാണ്. എന്തായാലും സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി വെറും ഒരു സതീശനല്ല, VD സതീശൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്കൊടുവിലാണ് ആ ഒരു കസേര അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തി വന്നിരിക്കുന്നത്. എന്തായാലും ഇനി ജനവാസമാണ്, വനവാസത്തിലേക്ക് ആരുമില്ല എന്നുള്ള ഉറച്ച നിലപാടും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇനി മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് പോകുന്നത്.